നമസ്കാരം, ഞാൻ രജിന്ദാസ് എം എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ അംഗമാകുന്നത് വഴി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും നിങ്ങൾ പബ്ലിക്കായി ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമാകാം. കാര്യം വളരെ ലളിതമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സഫലമാകാറില്ലേ? അതുപോലെ തന്നെ ചിലരുടെ അസൂയ, കുശുമ്പ്, ദൃഷ്ടിദോഷം, നമ്മൾ രക്ഷപ്പെടുന്നത് കാണുന്നതിലുള്ള ദേഷ്യം എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസും നമ്മളെ ബാധിക്കാം. നമ്മുടെ ജാതകത്തിലെ 6ാം ഭാവം നമ്മുടെ ശത്രുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റൻഷൻസിന് എതിരെ പ്രവർത്തിക്കുന്നവരെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ജാതകത്തിൽ 6ാം ഭാവം ദുർബലമാണെങ്കിൽ ശത്രുത, ദൃഷ്ടിദോഷം, പ്രാക്ക് ദോഷം ഇവ നമ്മളെ വളരെ വേഗത്തിൽ തന്നെ ബാധിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ 6ാം ഭാവം ദുർബലമാണെങ്കിൽ ഒരിക്കലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് നിങ്ങൾ പബ്ലിക് ആക്കരുത്. നിങ്ങളുടെ ഏറ്റവും ഇന്നർ സർക്കിളിലുള്ള ആളുകളുമായി ഇത് ഷെയർ ചെയ്യാം, പക്ഷെ ഒരിക്കലും പബ്ലിക് ആക്കരുത്. ജാതകത്തിൽ 6ാം ഭാവാധിപന്റെ നീച രാശിസ്ഥിതി, ശത്രു രാശിസ്ഥിതി, 8, 12 ഭാവങ്ങളിലെ സ്ഥിതി, മൗഢ്യം, ചന്ദ്രന്റെ 6, 8, 12 ഭാവസ്ഥിതി, നീചരാശിസ്ഥിതി, മൗഢ്യം മുതലായിട്ടുള്ള ദൗർബല്യ ലക്ഷണങ്ങൾ, ലഗ്നാധിപന്റെ 6, 8, 12 ഭാവസ്ഥിതി, മൗഢ്യം, നീചം, ശത്രുക്ഷേത്രസ്ഥിതി മുതലായിട്ടുള്ള ദൗർബല്യം ഇവയിലേതെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് വരെ വളരെ രഹസ്യമാക്കി വെക്കുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.